അവൻ്റെ സ്വരം കടുത്തതും അവളൊന്ന് ഞെട്ടി. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ്റെ മാറ്റം അവളെ അത്ഭുതപ്പെടുത്തി. ഞാൻ അറിഞ്ഞടി നിനക്ക് എന്നോട് ദിവ്യപ്രണയമാണെന്ന്. പ്രണയം മനസ്സിലിട്ടുകൊണ്ട് എന്നെ മാറ്റിയെടുക്കാമെന്ന വല്ല ചിന്തയും നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അവൻ ദേഷ്യത്തോടെ ആക്രോശിച്ചു. ആരാ പറഞ്ഞത് നിന്നോട് എനിക്ക് പ്രണയമാണെന്ന്? തൻ്റെ ശബ്ദത്തിലെ വിറയൽ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നിൻ്റെ അമ്മ തന്നെ. കല്യാണത്തിൻ്റെ തലേന്ന് നിൻ്റെ അമ്മ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നുവല്ല. എന്ത് പറഞ്ഞു എന്ന്? അവൾ നെറ്റി ചുളിച്ചു. മോനെ, നിനക്കറിയോ, ഇത്ര കാലം എൻ്റെ മോള് കല്യാണം കഴിക്കാതിരുന്നത് നിന്നോടുള്ള പ്രണയം കൊണ്ടാണ്. കല്യാണത്തിന് സമ്മതിക്കാത്തതിന് അവൾ അച്ഛൻ്റെ നിന്ന് എത്ര തല്ല് വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്നോ. അവൾ കൊച്ചിയിലേക്ക് പോയതുപോലും നീ ഇല്ലാതെ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അവൾക്ക് നീ എന്നാ ജീവനാ മോനെ. അവളെ സ്നേഹം മനസ്സിലാക്കി എൻ്റെ കുഞ്ഞിനെ സ്വീകരിച്ചതിന് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കോടാണി കൂടി പുണ്യം കിട്ടും. അവൾ ഒരിക്കലും മോനെ കൈവിടരുത്. ദേ, ഇതാണ് നിൻ്റെ അമ്മ പറഞ്ഞത്. ഇപ്പം മനസ്സിലായല്ലോ എത്ര മറച്ചു വെക്കാൻ നോക്കിയാലും സത്യം ഒരിക്കൽ പുറത്തു വരുമെന്ന്. അവൻ്റെ മുഖത്തെ പുച്ഛവും അമ്മ പറഞ്ഞ കാര്യങ്ങളും അവൾക്ക് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലെത്തിച്ചു. പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിച്ചതും അവൻ കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി. ഇത് കേട്ടിട്ട് വിശ്വസിച്ചോ പൊന്നു നവീനി? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ നിർബന്ധിപ്പിക്കുമ്പം വീട്ടിൽ സ്ഥിരം തൻ്റെ പേര് പറഞ്ഞ് ഒഴിവാക്കാറാണ് പതിവ്. എൻ്റെ ഒരു അടവായി കൂട്ടിയാൽ മതി. നീ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നല്ലോ. അതെന്തായാലും നമുക്കിപ്പോൾ ഉപകാരമായില്ലേ? ഇല്ലേൽ അവർ ഈ കല്യാണത്തിന് സമ്മതിക്കോ? ശാലിനി നുണ തട്ടിവിട്ടു. എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. താലി കെട്ടുമ്പോൾ നിൻ്റെ കണ്ണ് നിറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരാളെ കണ്ണിലേക്ക് നോക്കി അറിയാം അയാൾ എത്രത്തോളം ആ നിമിഷങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും എൻജോയ് ചെയ്യുന്നുണ്ടെന്നും. കുറേ കാലത്തെ സ്വപ്നം നടന്ന പോലെ ആയിരുന്നല്ലോ നിൻ്റെ സന്തോഷം കണ്ടാൽ. നവനീത് ഇങ്ങനെ പറഞ്ഞതും അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ഞാൻ കരഞ്ഞാലും ചിരിച്ചാലും നിനക്കെന്താ? എനിക്ക് സന്തോഷിക്കാനും പ്രേമിക്കാനും നിൻ്റെ സമ്മതം വേണോ? നിനക്ക് കുഞ്ഞിനെ കിട്ടിയാൽ പോരെ? കുഞ്ഞിനെ നിൻ്റെ കയ്യിൽ വെച്ച് തന്ന് ശാലിനി നിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പടിയിറങ്ങിക്കോളാം. അതിനുശേഷം എന്നെ കാണാനോ മിണ്ടാനോ ശ്രമിച്ചേക്കരുത്. അവൾ എണീറ്റിൽ നിന്ന് അവന് നേരെ വിരൽ ചൂണ്ടി പൊട്ടിത്തെറിച്ചു. ശാലിനി, ഞാനൊന്ന് പറയട്ടെ. അവൻ എണീറ്റ് അവളെ തോളിൽ കൈവെക്കാൻ നോക്കിയതും അവളത് തട്ടിത്തെറിപ്പിച്ചു. ദുഷ്ടനാണ് നീ. നിൻ്റെ മനസ്സിൽ മുഴുവൻ അഹങ്കാരമാണ്. നിനക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടി ഈ കല്യാണം നടത്തി നിൻ്റെ കുഞ്ഞിനെ ചുമക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ: നിന്നോടുള്ള പ്രണയം, ഭ്രാന്തമായ പ്രണയം. പക്ഷേ ഈ പ്രണയത്തിന് ഒരിക്കലും നിൻ്റെ ചിന്തകളെപ്പോലെ കറ പറ്റിയിട്ടില്ല. അവൾ ഒഴുകി വന്ന കണ്ണുനീർ വാശിയോടെ തുടച്ചു മാറ്റി. ജീവിതകാലം മുഴുവൻ നിൻ്റെ കൂടെ പൊറുക്കാനൊന്നുമല്ല ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത്. ഒരു ദിവസമെങ്കിലും നിൻ്റെ പേരിലുള്ള താലി എൻ്റെ കഴുത്തിൽ കിടക്കാൻ അത്ര ആഗ്രഹിച്ചതുകൊണ്ടാണ്. നിൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ഞാനല്ലാതെ ആരും ചുമക്കരുതെന്ന അത്യാഗ്രഹം കൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് ഇത്രയൊക്കെ ഉള്ളൂ. അതെന്നാണോ നേടിയെടുക്കാൻ പറ്റുന്നത് അന്ന് ഞാൻ ഈ പടിയിറങ്ങും. പക്ഷേ നിന്നോടുള്ള പ്രണയം അതൊരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റില്ല. അവൾ പറഞ്ഞു നിർത്തി കിതപ്പോടെ സെറ്റിയിലിരുന്നു. അവനും സെറ്റിയിൽ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. പെട്ടെന്ന് അവൻ എണീറ്റ് റൂമിലേക്ക് പോയി ഒരു വെള്ളക്കടലാസ് കൊണ്ടുവന്നു. അവൾ നിറഞ്ഞു വന്ന കണ്ണീര് തുടച്ചവനെ നോക്കി. അവനവൾക്ക് കടലാസ് നീട്ടി. എന്താ ഇത്? ഇതിൽ എഴുതി ഒപ്പിട്ട് എനിക്ക് തരണം. എന്ത്? ഇതൊരു കോൺട്രാക്റ്റ് വിവാഹമാണെന്ന് വാക്കുകളിൽ ഒതുങ്ങിയാൽ പോരാ. കുഞ്ഞ് വന്നു കഴിഞ്ഞതിൽ ഒരു തെളിവ് വേണ്ടേ? ആ സമയം നീ കാലുമാറി എനിക്ക് എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നീ എഴുതി ഒപ്പിട്ട പേപ്പർ വേണം. അവൻ പറഞ്ഞത് കേട്ട് ശാലിനിക്ക് അവളോട് തന്നെ ലജ്ജ തോന്നി. ഇയാൾക്ക് തെളിവിന് ഞാൻ എന്തെഴുതണം? അവൾ ആ കടലാസ് വാങ്ങി. ഞങ്ങളുടേതൊരു കോൺട്രാക്റ്റ് വിവാഹമാണെന്നും ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലയളവിൽ മാത്രമേ ഞങ്ങൾക്കിടയിൽ ഭാര്യാഭർത്തൃ ബന്ധം നിലനിൽക്കുകയുള്ളൂ. മെഡിക്കലി നവനീതിൻ്റെ കുഞ്ഞിനെ എൻ്റെ ഗർഭപാത്രത്തിൽ ചുമന്ന് പ്രസവിച്ചയുടനെ കുഞ്ഞിനെ നവനീതിന് കൈമാറി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിവോഴ്സിലൂടെ ആ നിമിഷം വേർപെടുത്തുമെന്നും ഞാൻ സത്യം ചെയ്യുന്നു. അവൻ പറഞ്ഞു തരുന്ന വാക്കുകൾ ഓരോന്നും വെള്ള പേപ്പറിൽ എഴുതുമ്പോൾ അവൾ ആ നിമിഷത്തെ തന്നെ ശപിച്ചുകൊണ്ടിരുന്നു. മതിയല്ലോ, ഇനി ഒപ്പിട്ട് സാറിനെ ഏൽപ്പിച്ചോട്ടെ. അവളെ ശബ്ദത്തിലെ പുച്ഛഭാവം അവൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചില്ല. കഴിഞ്ഞില്ല, ഒന്നുകൂടി എഴുതാനുണ്ട്. അവൻ പേപ്പറിലേക്ക് തന്നെ നോക്കി പറഞ്ഞു. ഇനി എന്താണാവോ? കുഞ്ഞ് ജനിച്ച് നവനീതിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കുഞ്ഞിനെ കാണാൻ ശ്രമിക്കില്ലെന്നും അമ്മയും കുഞ്ഞുമെന്ന ബന്ധം ഒരിക്കലും ഉണ്ടാകില്ലെന്നും ഞാൻ സത്യം ചെയ്യുന്നു. എന്നും കൂടി എഴുതി പേരും ഒപ്പും ഇട്ട് എനിക്ക് പേപ്പർ താ. അവൻ പറഞ്ഞ ഓരോ വരി എഴുതുമ്പോഴും അവളുടെ കൈ വിറച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധമാണോ അമ്മയും കുഞ്ഞും തമ്മിലുള്ളത്?
കണ്ണു നിറഞ്ഞു വരുന്നത് തടയാൻ ശ്രമിച്ചെങ്കിലും അവിടെയും അവളെ പരാജയപ്പെടുത്തിക്കൊണ്ട് കണ്ണുനീർ തുള്ളികൾ ആ വെള്ളക്കടലാസിൽ മുത്തമിട്ടു. ഇനി എന്തേലും ചേർക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. ഒപ്പം കൂടെ ഇട്ട് അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ വെള്ളക്കടലാസ് നവനീതിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തവൾ റൂമിലേക്ക് പോയി. ശാലിനി, അവൻ്റെ വിളിയിൽ അവളൊന്ന് നിന്നു. നീ എടുത്ത തീരുമാനം തെറ്റാണെന്ന് നിനക്കിപ്പോൾ തോന്നുന്നില്ലേ? നവനീത് അങ്ങനെ ചോദിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ചിരിച്ചു. ഒരിക്കലുമില്ല, ഇനി തോന്നുകയുമില്ല. ഞാൻ ഈ താലിക്ക് വേണ്ടി തല കുനിച്ചു തരുമ്പം നിന്നിൽ നിന്ന് ഈ താലി അല്ലാതെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രമാത്രം പറഞ്ഞവൾ മുറിയിൽ കയറി വാതിൽ കൊട്ടിയടച്ചു. അവൻ വിചാരിച്ചതെന്തോ കിട്ടാത്ത പോലെ മുഷ്ടി ചുരുട്ടി ചുമലിലിടിച്ച് വെള്ളപ്പേപ്പർ തുറന്നു നോക്കി. അവൻ പറഞ്ഞ പോലെ എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി മുറിയിൽ പോയി ഭദ്രമായതെടുത്തു വെച്ചു. മുറിയിലെത്തിയ ശാലിനി പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലിൽ വന്നു കിടന്നു. കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ അവൾ വാശിയോടെ തുടച്ചു മാറ്റി. ശൂന്യമായ മനസ്സും കരഞ്ഞു തളർന്ന കണ്ണുകളുമായി അവൾ ഉറക്കത്തെ പുലുകി. പതിവിൽ വിപരീതമായി അലാറം അടിച്ചതൊന്നും അവൾ അറിഞ്ഞതേയില്ല. സൂര്യകിരണങ്ങൾ കണ്ണിൽ തട്ടിയതും അവൾ കണ്ണു ചിമ്മി തുറന്നെണീക്കാൻ ശ്രമിച്ചു. തലയ്ക്കെന്തോ വല്ലാത്ത ഭാരം തോന്നി അവൾക്ക്. ശാലിനി തലയിൽ കൈവച്ച് കണ്ണു തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കണ്ണിനും തലയ്ക്കുമെല്ലാം വല്ലാത്ത വേദന, ആകെ മൊത്തം ഒരു തളർച്ചയും. ഒരു വിധത്തിൽ ബെഡിൽ കൈകുത്തി എണീറ്റിരുന്നു. കുറച്ചു സമയം മുഖം പൊത്തി ആ ഇരുത്തം തുടർന്ന് കണ്ണ് വലിച്ചു തുറന്നു. മുറിക്കകത്തെല്ലാം നന്നായി വെട്ടം വീണിരുന്നു. വേദന കാരണം വീണ്ടും കിടക്കാൻ തോന്നിയെങ്കിലും നവിയുടെ വീടാണെന്ന ഓർമ്മയിൽ മടിച്ചെണീറ്റ് ബാത്റൂമിൽ കയറി. മുടി വാരി കെട്ടിവെച്ച് മുഖം നന്നായി ഒന്ന് കഴുകിയപ്പോൾ തന്നെ ഒരാശ്വാസം തോന്നി. ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിറങ്ങി ബെഡ്ഷീറ്റ് വിരിച്ചിട്ടു. സമയം ഒത്തിരി ആയതിനാൽ യോഗയും സൂര്യനമസ്കാരവുമെല്ലാം മാറ്റിവെച്ച് ചായ ഇടാനായി ശാലിനി അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെത്തിയപ്പോൾ തന്നെ നെയ്യിൻ്റെ മണം മൂക്കിലേക്ക് തുളച്ചു കയറി. ശാലിനി നോക്കുമ്പോൾ നവനീത് നെയ്യിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നു. നീ എണീറ്റോ? ഇതാ ചായ. തലേന്ന് നടന്നതൊന്നും അറിയാത്ത പോലുള്ള അവൻ്റെ സംസാരം അവളെ ആശയക്കുഴപ്പത്തിലാക്കി. ഇനി അതെല്ലാം സ്വപ്നമായിരുന്നു. ശാലു, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ നീ? അവൻ ചോദിച്ചതും അവളൊന്ന് ഞെട്ടി. എന്താ? നിനക്കുള്ള ബ്രെഡും ഓംപ്ലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്ത് കഴിച്ചോന്ന്. അവൻ ഗ്യാസ് ഓഫ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് ഹാളിലേക്ക് പോയി TV ഓൺ ചെയ്തു. കുക്ക് ചെയ്തതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അവൾക്കുള്ളത് പ്ലേറ്റിൽ അടച്ചു വെച്ചേക്കാണ്. ശാലിനി അതെടുത്ത് അടുക്കളയിലെ സ്ലാബിൽ കയറിയിരുന്ന് കഴിച്ചു. വിശപ്പ് കൊണ്ടോ ക്ഷീണം കൊണ്ടോ പെട്ടെന്ന് അവൾ കഴിച്ചു തീർത്തു. പാത്രം കഴുകി വെച്ച് റൂമിൽ തന്നെ പോയി. തലവേദന കൂടുകയല്ലാതെ കുറയുന്നില്ല. ശാലിനി ഫോൺ എടുത്ത് ശില്പയ്ക്ക് വിളിച്ച് അവളെ റൂമിലെ കബോർഡിൽ നിന്ന് തലവേദനയുടെ ഗുളിക കൊണ്ടുവരാൻ പറഞ്ഞ് കട്ടിലേക്ക് കിടന്നു. ശില്പ വന്നപ്പോൾ നവനീത് പുറത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. എന്താ നവനീതേട്ടാ ഭാര്യയ്ക്കൊരു തലവേദന? ശില്പ കള്ളച്ചിരിയോടെ ചോദിച്ചതും അവനൊന്നും മനസ്സിലായില്ല. ചേച്ചി തലവേദനയുടെ മെഡിസിൻ കൊണ്ടുവരാൻ പറഞ്ഞു. ചേച്ചി എന്തിയെ? ശില്പ വീട്ടിലേക്ക് കയറി. ശാലിനിക്ക് സുഖമില്ലാത്ത കാര്യം നവനീത് അപ്പോഴാണ് അറിഞ്ഞത് തന്നെ. അവളവിടെ മുറിയിലുണ്ട്, ഞാനൊന്ന് പുറത്ത് പോയി വരാം. ഞാൻ വരുന്നത് വരെ ശാലുവിനെ കൂട്ടായി നീ ഇവിടെ നിൽക്കില്ലേ? ശില്പയെ നോക്കി ചോദിച്ചു. അതിനെന്താ, നിൽക്കാലോ. ഞാൻ എന്നാൽ ചേച്ചിയെ കാണട്ടെ. ശില്പ അകത്തേക്ക് പോയതും നവി ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ടാക്കി. അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ഈ ബുള്ളറ്റ്. അച്ഛൻ്റെ മരണശേഷം പോർച്ചിൽ പൊടി പിടിച്ച് ആകെ കോലം കെട്ട നിലയിലായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്നതും നവനീത് ആദ്യം വണ്ടി കഴുകി വൃത്തിയാക്കി ബുള്ളറ്റിൻ്റെ കേടുപാടെല്ലാം തീർത്തു. ഇപ്പോൾ ഈ ബുള്ളറ്റിലാണ് അവൻ്റെ യാത്രകൾ. അത് ഓടിക്കുമ്പം അച്ഛൻ കൂടെയുള്ള പോലെ തോന്നും നവിക്ക്. ചേച്ചി. ശില്പ ആദ്യം നവനീതിൻ്റെ റൂമിൽ നോക്കിയെങ്കിലും കാണാത്തതുകൊണ്ട് അപ്പുറത്തെ റൂമിൽ നോക്കിയപ്പോഴാണ് ശാലിനി അവിടെ കിടക്കുന്നത് താൻ കണ്ടത്. ചേച്ചി ഇവിടെ കിടക്കുവാണോ? ശില്പ മുറിയിലേക്ക് കയറി വന്നു. നീ വന്നോ? ഭയങ്കര തലവേദനയാടി. നീ ആ മെഡിസിൻ താ, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമോ കിച്ചണിന്ന്? ശില്പ വെള്ളം കൊണ്ടുവന്നതും ശാലിനി വേഗം ഗുളിക കുടിച്ചു. അല്ല, നവനീതേട്ടൻ എങ്ങോട്ടാ പോയത്? ചേട്ടൻ വരുന്നവരെ എന്നോട് ചേച്ചിയുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. ശില്പ പറഞ്ഞപ്പോഴാണ് നവനീത് പുറത്തേക്ക് പോയത് തന്നെ അവൾ അറിഞ്ഞത്. നവി എന്തോ അത്യാവശ്യത്തിന് പുറത്തു പോയതാ. ശാലിനി ബുദ്ധിപരമായി നുണ പറഞ്ഞു. ആണോ? എന്നാൽ ഞാൻ മുറ്റം തൂത്തുതരാം, ചേച്ചി കിടന്നു. ശില്പ മുറ്റമടിക്കാൻ പോയതും ശാലിനി ചിരിയോടെ അവൾ പോകുന്നതും നോക്കിക്കിടന്നു. കുറച്ചു കഴിഞ്ഞതും അമ്മയുടെ ശബ്ദം കേട്ട് എണീറ്റ് മുറിയിൽ നിന്നിറങ്ങി. അമ്മ എപ്പോൾ വന്നു?
നീ എണീറ്റോ? നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഞ്ഞിയായി വന്നതാ. ഇപ്പം തലവേദന എങ്ങനെയുണ്ട്? പനി വല്ലതും ഉണ്ടോ? അമ്മ അവളെ കഴുത്തിലും നെറ്റിയിലുമെല്ലാം തൊട്ടുനോക്കി. പനിയൊന്നുമില്ല അമ്മേ, ആ മെഡിസിൻ കഴിച്ചപ്പോൾ തന്നെ സുഖമായി. ശാലിനി അമ്മയെ കെട്ടിപ്പിടിച്ചു. കുരുത്തക്കേട് കാണിക്കാതെ ഈ കഞ്ഞി മുഴുവൻ കുടിക്ക്. നല്ല വെന്തലിഞ്ഞ പൊടിയരിക്കഞ്ഞിയാണ്, നല്ല ചുട്ടരച്ച ചമ്മന്തിയുണ്ട്. ഇനി ഉച്ചത്തേക്ക് 2 പേരും വീട്ടിലേക്ക് പോര്. ഇവിടെ ഒന്നും സുഖമില്ലാത്തടത്ത് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അമ്മ അവളെ പിടിച്ചിരുത്തി കഞ്ഞിയും ചമ്മന്തിയും എടുത്തു കൊടുത്തു. പിന്നമ്മേ, നാളെ വൈകിട്ട് ഞാൻ കൊച്ചിയിലേക്ക് പോവുകയാണ്. ശാലിനി കഞ്ഞി കുടിക്കുന്നതിനിടയ്ക്ക് അമ്മയെ പാളി നോക്കി. അതിന് നിന്റെ ലീവ് കഴിഞ്ഞില്ലല്ലോ. വിരുന്നൊന്നും കഴിയാതെ പോകണ്ട. 1 മാസം ലീവ് എടുത്തതല്ലേ നീ? അമ്മയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഞാൻ ആ ലീവ് ക്യാൻസൽ ചെയ്തു. നിനക്കെന്താ ഭ്രാന്താണോ പെണ്ണെ? അമ്മ അവളെ കയ്യിൽ പിച്ചിയതും അവൾ അമ്മയെ കൂർപ്പിച്ചു നോക്കി. ഞാൻ എന്തായാലും നാളെ പോവും. എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അവിടെ. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയവർ. എന്നെ വിശ്വസിച്ച് നിൽക്കുന്നവരെ മുഷിപ്പിക്കാൻ പറ്റുമോ? പ്രസവ സമയത്ത് ഞാൻ കൂടെ ഉണ്ടാകാൻ എന്തായാലും അവർ ആഗ്രഹിക്കുന്നുണ്ടാകും. വിരുന്നൊക്കെ വീണ്ടും കൂടാലോ. ശാലിനി കഞ്ഞി കുടിച്ചെണീറ്റു. നീ ബാക്കിയുള്ളവരുടെ പ്രസവം എടുത്ത് നടന്നു. നിനക്കിതൊന്നും വേണ്ടല്ലോ. അമ്മയുടെ മുഖത്തെ ഭാവം കണ്ടവൾ പൊട്ടിച്ചിരിച്ചു. എൻ്റെ പൊന്നമ്മേ, ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇന്ന് പ്രസവിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? അവൾ അമ്മയെ കളിയാക്കി. നീ ചിരിക്കൊന്നും വേണ്ട. വയസ്സ് 34 നിനക്ക്. എനിക്കും ഉണ്ടാകില്ല എൻ്റെ പേരക്കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കാൻ ഒരു പൂതി. അമ്മ കുശുമ്പോടെ പറഞ്ഞു. അതൊക്കെ നടക്കുമെന്നേ. അപ്പം നിങ്ങൾ പേരക്കുട്ടിയെ എടുക്കുക നടക്കുക എന്തേലും ചെയ്യും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് 34 എന്നെ ഓർമ്മപ്പെടുത്തണ്ട. എന്നെ കണ്ടാൽ 20 വയസ്സ് പോലും തികച്ചു തോന്നൂല. ശാലിനി അമ്മയെ നോക്കി കണ്ണിറുക്കി. എന്തൊരു തള്ളാണ് ചേച്ചി. ഇതും കേട്ട് ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. അമ്മ, ഞാൻ വീട്ടിൽ പോവുകയാണ്. ശില്പ പോയതും അമ്മ കഞ്ഞിപ്പാത്രമെല്ലാം എടുത്ത് അമ്മയും പോകാൻ നിന്നു. പിന്നൊരു കാര്യം, വൈകിട്ട് 2 പേരും അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക് വന്നേക്കണം. അമ്മ പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചു. എന്തിന്? വിരുന്നിന്. ഡോക്ടർക്ക് നാളെ പോയല്ലേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് അവിടെ മോനെയും കൊണ്ട് വിരുന്നിന് വന്നേക്കണം. ഇനി ഇത് വല്ലതും പറഞ്ഞ് മുടക്കിയാൽ കല്യാണം കഴിഞ്ഞതും നോക്കാതെ മടല് വെട്ടി അടിക്കും ഞാൻ. അമ്മ അവളെ നോക്കി പേടിപ്പിച്ചിട്ട് പുറത്തിറങ്ങിയതും നവി വന്നതും ഒരുമിച്ചായിരുന്നു. മോൻ വന്നോ? ഉച്ചത്തേക്ക് കഴിക്കാൻ വീട്ടിലേക്ക് വായോ. അവൾക്ക് നല്ല സുഖമില്ല. നവനീതിനെ കണ്ടതും അമ്മ പറഞ്ഞു. അയ്യോ, അത് വേണ്ട ആൻറ്റി. ഉച്ചക്കത്തേക്കുള്ളത് ഞാൻ പുറത്തു നിന്ന് പാർസൽ വാങ്ങിയാ വന്നേ. നവി ബുള്ളറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ പൊതി കാണിച്ചു കൊടുത്തു. ഇത്ര അടുത്ത് ഭാര്യയുടെ വീടുണ്ടായിട്ട് നീ പുറത്തു നിന്ന് വാങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ? പിന്നെ ഇന്ന് വിരുന്നിന് വീട്ടിലേക്ക് വരണം. അമ്മ അവനെ ക്ഷണിച്ചു. ഇന്ന് തന്നെ വിരുന്നിന് വരണോ? പിന്നീട് ഒരിക്കലാകാം, അതല്ലേ നല്ലത്. നവി വണ്ടിയിൽ നിന്നിറങ്ങി. ഇനി എന്നത്തേക്ക് മാറ്റി വെക്കാനാ? നാളെ നിങ്ങൾ കൊച്ചിയിലേക്ക് പോകുകയല്ലേ. എന്തായാലും വന്നേ പറ്റൂ. ഇതൊക്കെ നാട്ടുനടപ്പാണ് മോനെ. എന്നാൽ ഞാൻ പോയി വരാം. അങ്ങേര് പണിസ്ഥലത്ത് നിന്ന് കഞ്ഞിക്ക് വന്നിട്ടുണ്ടാകും. അമ്മ പോയതും നവി അകത്തേക്ക് കയറി പാർസൽ കിച്ചണിൽ വെച്ചു.